അതേ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശമാണ്. അപ്പം എൻ്റെ തൊട്ട് പുറകെ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 6-7 ലക്ഷം രൂപ മുടക്കി അവിടെ ടൈല് പാകിയതാണ്. ആ ടൈല് ഭാരവണ്ടികൾ പോകുന്നതുകൊണ്ട് പൊട്ടിപ്പോയിട്ട് ഇന്ന് അവിടെ വീണ്ടും ഭാരവണ്ടികൾ കയറുന്നതുകൊണ്ടാണ് ഈ ടൈല് പൊട്ടുന്നത്. ഇതിൻ്റെ അകത്ത് 20 ടണ്ണൊക്കെ വരുന്ന ടോറസിലൊക്കെ ഇതിലെ കയറി വരുന്നത് 40 ടണ്ണൊക്കെയാണ്. അതൊന്നും പിടിക്കാനും ഒന്നും ഉദ്യോഗസ്ഥന്മാരാരുമില്ല. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻവശത്തെ ഈ റോഡ് താർന്നു കിടന്നിട്ട് വർഷങ്ങളായി. അപ്പോൾ ഈ അടുത്ത കാലത്താണ് പഞ്ചായത്ത് നിലയ്ക്കപ്പള്ളിയുടെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ ദൂരം ടൈല് പാകിയത്. ആ ടൈല് അമിത ഭാരം കൊണ്ട് വരുന്ന ലോറികളാണ് ഏറ്റവും കൂടുതൽ ഇതിലെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം കാറുകാർ അറിയാതെ അവിടെ നിന്ന് കയറി വരുന്നതാണ്. കയറി വന്നിട്ട് ഇവിടെ വന്നപ്പം വീണ്ടും ബ്ലോക്ക് കണ്ടുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് വഴി. അതുകൊണ്ട് അവരെല്ലാം തിരിച്ചു പോവുകയാണ്. ഇന്ന് ഒരു 100 കണക്കിന് വണ്ടികൾ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. കാരണം ഒരു മുന്നറിയിപ്പ് ബോർഡ് അവിടെ ഇല്ല. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കും ഇവർ ഈ പണി ചെയ്തത്. ഉണ്ടോ, ഈ ടൈല് പൊട്ടിയത് മുഴുവൻ മാറുകയാണ്. പിന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പഞ്ചായത്ത്, കണ്ടോ, ഭാരവാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. അതുപോലെ സൂക്ഷിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ഈ ബോർഡ് കാണത്തുള്ളൂ. അപ്പോൾ ഇവരെ മണർകാട് നമ്മുടെ ബൈപ്പാസിൽ ഭാരവണ്ടികൾ പോകാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു പൈപ്പും കൊണ്ട് ഒരു ബോർഡർ പോലെ അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വണ്ടികൾ പോകും. ഇതിപ്പോൾ കുട്ടഞ്ചിറപ്പടിക്കൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഭാരവാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൽ വരുന്നത് മുഴുവൻ അമിത ഭാരം കൊണ്ടുള്ള ബോർഡ് വെച്ചുകൊണ്ട് യാതൊരു കാര്യമില്ല. അത് വണ്ടി പോകാത്ത രീതിയിൽ മുകളിലൊരു ബീം അല്ലെങ്കിൽ ഒരു ബോർഡർ പോലെ പൈപ്പ് കൊണ്ട് അവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ വലിയ വണ്ടി പോകാതിരിക്കത്തുള്ളൂ. ഇത് രാത്രിയിലെല്ലാം വണ്ടി പോകുമ്പോഴത്തേന് ആരാ അവിടെ നോക്കാനും പറ്റുള്ളേ. അതാണ് ഈ കൂടുതൽ ഈ റോഡ് പോകുന്നത്.